ഗൈസ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്ന് ഇവിടെ ഒരു പ്രത്യേകമായിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചുള്ളത് കുറച്ച് എൻ്റെ മുന്നേ കണ്ടുകൊണ്ട് പോകാം. നിങ്ങളാരും കാണൂല, ഞാൻ തന്നെ ഇരുന്ന് കാണണ്ടല്ലോ. ഇങ്ങനെയാണ് ഞാനിതിങ്ങനെ കാര്യം അപ്ലോഡ് ചെയ്യുന്നതും. അപ്പം ഇന്ന് 2026 ജൂൺ 12 ഇപ്പം സമയം എന്തായാലും ഒരു 9 മണി. ഇപ്പം ഞാൻ ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വ്ളോഗാക്കി ചേർക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഇറക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. എന്താണ് എങ്ങനെയാണ് ഇന്നത്തെ ഇവിടെ. അപ്പം ഉമ്മ ഇവിടെ ചിക്കൻ കളിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പുറത്തുനിന്ന് ഉമ്മാമ ഉള്ളി മുറിച്ചെടുക്കുകയാണ് കഴിച്ചു. ഉള്ളി മുറിച്ചെടുക്കുകയാണ്. അതാണ് എൻ്റെ ഉമ്മ. ഉമ്മ എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ നിശ്ചയമാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലവും കഴിഞ്ഞ്, ഒരു കൊല്ലം 1 മാസം കഴിഞ്ഞ്. കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന അന്നേരം സ്കൂളിൽ പോകാൻ പേടിയാണ്. നിശ്ചയം നടക്കൂലായിരുന്നു. കഴിഞ്ഞിട്ട് പ്രായം കഴിഞ്ഞ് തള്ളയായി. തള്ള എന്തൊരു പരിപാടി ഉണ്ട് പിന്നെ മുഖത്തെല്ലാം നിറച്ച് കുരു എടുത്ത് ഫറവ. എപ്പോഴൊക്കെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീട്ടിലേക്ക് പോകാം. എല്ലാവരും ഫേസൊന്നും കാണിച്ചു തരില്ല. എൻ്റെ ഫേസ് കാണിച്ചെന്ന് വരില്ല തോന്നുന്നു. നോക്കാൻ പറ്റും. ഈ വീഡിയോ ഓക്കെ ആണെങ്കിൽ ഇടും, ഇല്ലെങ്കിൽ ഇടൂല. കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് നെയിം മീറ്റിംഗ് ചലഞ്ച് നടത്തുമെന്ന് ചോദിച്ച കുട്ടിയാണത്. ആരുസിമാണ് പേര്. ഹായ് പറ. നടക്കുന്നത് നമ്മളാളെ ഷിഫ്റ്റ് ചെയ്യും. ഇതിൽ ഉമ്മ മുറിച്ചിട്ടുള്ളതാണ്. അതിൽ 2 മുറിച്ചത്. നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിൽ പോയി നോക്കുമ്പോൾ ഉമ്മ നല്ലോണം ചീൻചട്ടിയിലിട്ട് ചിക്കൻ നന്നായി പൊരിക്കുന്നുണ്ടെന്നും. അങ്ങനെ പിന്നെ ചിക്കൻ പൊരിക്കലെല്ലാം കഴിഞ്ഞപ്പോഴുണ്ട് ഫസ്റ്റ് വന്നത് എൻ്റെ 2ാമത്തെ കാരണവരും റോളിനും. നല്ല മഴക്കാറുണ്ട്. അപ്പൊ ഗൈസ് എന്റെ കാരണവര് 4 കസാലയും തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ വരുന്നത് എൻ്റെ മൂത്തൂൻ്റെ മക്കളാട്ടാ. മൂത്തൂന്ന് ഉദ്ദേശിക്കുന്നത് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മക്കൾസ്. മഴൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുട എടുത്തിട്ട് വന്നതെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ അന്വേഷിപ്പിച്ച് അപ്പോൾ ഓരോരാൾ കൂടെ ഓരോ സ്ഥലത്ത് ഞാനിങ്ങനെ വെച്ചു. ഇത് ഞാൻ എൻ്റെ മാപ്പിളുടെ പെങ്ങളെ മൂക്ക് വേണ്ടി ചെയ്തത്. ഓളെ ബർത്ത്ഡേ അടുത്തതിന് കഴിഞ്ഞ അപ്പം ഇന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഈ കാരണവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ആർക്കും വെള്ളം കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ട് നിങ്ങളൊന്ന് അഭിനയിക്കുന്നു. അപ്പം മൂപ്പർ നാച്ചുറലായിട്ട് അഭിനയിച്ചു തന്നു. പിന്നെ അടുക്കളയിൽ പോയി നോക്കുന്ന സമയത്ത് ബിരിയാണീൻ്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കാനു. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഉണ്ടാക്കിയത്. ലാസ്റ്റ് ഒരു ദമ്മിടൽ ചടങ്ങോട് കൂടി അവസാനിപ്പിച്ചു. ഗൈസ്, അതപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഇതാണാണോ പെണ്ണാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പിന്നെ വെള്ളിയാഴ്ച ചുമയെല്ലാം കഴിഞ്ഞ് ഉപ്പയും എല്ലാവരും പൊരിക്കൊക്കെ എത്തി. അപ്പോഴത്തേക്ക് ഞാൻ ദാഹിച്ച് വലഞ്ഞ് ക്ഷീണിച്ച് ആവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം എടുത്ത് കുടിച്ചു. നാരങ്ങ ഇല്ല, എന്തോ ഒരു വെള്ളം. നമ്മൾ എണ്ണ അടിക്കാൻ പോവാണ് വണ്ടിയിൽ. ഉസ്താദ്മാർ അതാ വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ ഇപ്പം തൽക്കാലം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഈ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ ഒരു ആങ്ങളിനെയാണ്. നിക്കാഹിനൊന്നും ഉണ്ടായിട്ടില്ല, നിശ്ചയത്തിനൊന്നും ഉണ്ടായിട്ടില്ല. നല്ല സങ്കടമുണ്ട്. സാരിയിൽ ഇൻഷാള്ളതിന് കല്യാണം നമുക്ക് ഉഷാറാക്കാം. അപ്പം നമ്മള് എണ്ണയെല്ലാം അടിച്ചിട്ട് അപ്പോൾ ഗൈസ് മാഹി പോയിട്ട് എണ്ണയെല്ലാം അടിച്ച് വരുമ്പോൾക്ക് ഇവിടുന്ന് ഉസ്താൻ്റെ ദ്വാരക്കലെല്ലാം കഴിച്ച് എൻ്റെ പുരേന്ന് കാർണോറും ഉപ്പയെല്ലാം ഇറങ്ങിക്കേനു. പിടിക്കൂ. അങ്ങനെ പിന്നെ ഓല് ചെക്കൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിരിക്കും. ഞാൻ ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആക്കി, കുറച്ചധികം ലേറ്റ് ആക്കി. അപ്പം ഇതാണ് എൻ്റെ നിശ്ചയത്തിൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് വടേരിയിൽ നിന്ന് എടുത്തതാണ്. അതെന്നെ കാര്യമായിട്ട് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഉപ്പയും ഇവിടുന്ന് എൻ്റെ കാരണവന്മാരും പിന്നെ ഉപ്പാൻ്റെ അനിയന്, പിന്നെ എൻ്റെ ഉപ്പാവാൻ്റെ അനിയന്, അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം സേനുക്കാൻ്റെ അടുത്തേക്ക് പോയിക്ക്. അപ്പം നമുക്ക് ബാക്കി ആടുത്ത വിശേഷം കാണാം. അവിടെ എന്താ ഉള്ളത് നോക്കിയാൽ. ഓക്കെ.
ഒരു ദിവസമല്ലേ നിശ്ചയത്തിന്റെ ഡേറ്റിൽ ഫിക്സ് ഇവിടെ ആള് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരാൾ പോവാണ്. അപ്പൊ ഗൈസ് നിശ്ചയിക്കലൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ കല്യാണത്തിന് കാണാം. തീരെ കഴിഞ്ഞില്ല, ടയർഡാണ്, നല്ലോണം ടയർഡാണ്. ഒന്നും ഇനി കല്യാണ വിശേഷങ്ങളൊന്നും